തമിഴ്നാട്ടിലെ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കടിച്ചുകൊന്ന പുലിയെ പിടികൂടി. മയക്കുവെടി വെച്ചാണ് പുലിയെ പിടികൂടിയത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാജിദും അതുപോലെ തന്നെ അനീസ് അലിയും നേരത്തെ സൂചിപ്പിച്ചിരുന്നു 2 ഡോസ് മയക്കുവെടി വെച്ചു എന്ന്. ഇപ്പോൾ പുലി പിടിയിലായി അല്ലേ? സ്നേഹ, പുലി പിടിയിലായി, വനംവകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്ററുകൾക്ക് അപ്പുറത്താണ് ഈ പുലിയെ കണ്ടത്. ഈ രാവിലെ 8 മണിയോടുകൂടി ഈ പുലിയെ കണ്ടിരുന്നു. പിന്നീട് ഈ പുലി ഒരു ചതുപ്പിന് അകത്തെ ഈ കൈതച്ചെടികൾക്കുള്ളിലേക്ക് മറഞ്ഞതോടുകൂടി വെടിവെക്കുക എന്നുള്ളത് ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. CCF DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെത്തുകയും 2 തവണ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. പൂർണ്ണമായി ഈ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ പുലിയെ ഈ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാനായി ഇവിടെ നിന്ന് വലിയൊരു കമ്പിളി പുതപ്പ് കൊണ്ടുപോവുകയും മറ്റൊരു വാഹനം പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന ആളുകളും ഈ രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് കൈമാറുന്നത്. സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ നേരത്തെ ഒരു 11:30 അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പുലിയെ പൂർണ്ണമായി വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലായി 2 ഡോസ് ഈ മയക്കുവെടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൂട്ടിലേക്ക് മാറ്റുകയും പിന്നീട് ഈ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും. അത് ഈ പുലിയെ ഇനി മറ്റെവിടെയും തുറന്നു വിടരുത് എന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുലിയെ ഏതെങ്കിലും വന്യജീവി സങ്കേതത്തിലേക്കോ ഇല്ലെങ്കിൽ ഈ മൃഗശാലയിലേക്കോ മാറ്റാനുള്ള സാധ്യതയാണ് ഉള്ളത്. സ്നേഹ, അതായത് സാജിദ്, ഇനിയിപ്പോൾ ആന്റിഡോസ് അടക്കമുള്ളവ നൽകേണ്ടതുണ്ട്. കൂട്ടിലാക്കിയ ശേഷം അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകളൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ? ഈ വനം വകുപ്പ് ഒഫീഷ്യലായി ഇതുവരെ യാതൊരു കാര്യങ്ങളും നമ്മളുമായി കൈമാറുന്നില്ല. നമുക്ക് മറ്റു വഴി ലഭിക്കുന്ന വിവരങ്ങളാണ്. അത് സ്വാഭാവികമായും ഇതിന്റെ ഈ മയക്കം വിടുന്നതിന് വേണ്ടിയുള്ള ആന്റിഡോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ടി വരും. അതിനുശേഷം ഈ പുലിയെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്നതിൽ ഒരു വ്യക്തതയില്ല. കാരണം നമുക്കറിയാം, ഏതാണ്ട് ഒരു 18 ദിവസത്തിനിടയിലാണ് ഈ 6 പേരെ പുലി ആക്രമിച്ചത്. ഇതിൽ ഇന്നലെ 3 വയസ്സായ കുട്ടിയും ഒരു വീട്ടമ്മയും ഉൾപ്പെടെ ഈ 2 പേർ മരിക്കുകയും ബാക്കി 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ എന്തായാലും നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. ആ രീതിയിൽ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുലിയെ പൂർണ്ണമായി വനം വകുപ്പിന് നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു. വനം വകുപ്പ് ഇന്ന് രാവിലെ മുതൽ വലിയ സാഹസികമായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കാരണം ഈ പുലിയെ കണ്ട ആ സമയത്ത് ഉടൻ തന്നെ ഈ നമ്മൾ അവിടെ എത്തിയിരുന്നു. അവിടെ ഈ കൈതച്ചെടിക്ക് ചുറ്റുമായി നിരവധി ഉദ്യോഗസ്ഥരെ, അവരുടെ കയ്യിൽ വെറും വടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കമ്പുകൾ വെച്ചാണ് ഈ കാവൽ നിൽക്കുകയും വലവിരിക്കുകയും മറ്റും ചെയ്തിരുന്നത്. പിന്നീട് ആ സമയത്ത് മയക്കുവെടി വെക്കാനുള്ള ഒരു ടെറിട്ടറിയിൽ ആയിരുന്നില്ല, അങ്ങനെ ഒരു ഭൂപ്രദേശമായിരുന്നില്ല. ചതുപ്പ് നിലമാണ്, കൈത മുൾച്ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെക്കുക എന്നുള്ളത് അപ്പോൾ ഒരു തരത്തിലും അവർക്ക് സാധ്യമായിരുന്നില്ല. പിന്നീട് കൂടുതൽ ഡോക്ടർമാരെ എത്തി ഇതിനെ സുരക്ഷിതമായ രീതിയിൽ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇത് ഔദ്യോഗികമായി ഇനി സ്ഥിരീകരണം വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലെ കൂട്ടിലേക്ക് മാറ്റി എത്ര സമയത്തിനുള്ളിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇപ്പോഴില്ല. ശരി, തമിഴ്നാട്ടിലെ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കടിച്ചുകൊന്ന പുലിയെ പിടികൂടിയിരിക്കുകയാണ്. മയക്കുവെടി വെച്ചാണ് പുലിയെ പിടികൂടിയത്. നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുലിയെ വനംവകുപ്പിന്റെ പിടിയിലായിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ പുലിയെ കൂട്ടിലേക്ക് മാറ്റുകയും അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കാനുണ്ട്. ആന്റിഡോസ് അടക്കമുള്ളവ നൽകാനുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ ഉണ്ടാവുക.